ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹായ് റിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു പ്രതാപന്റെ ജാമ്യം. ബഡ്സ് കോർട്ടിലുള്ള ബഡ്സ് കുറ്റകൃത്യത്തിന്റെ ജാമ്യത്തിന് അപേക്ഷിച്ചുകൊണ്ടുള്ള ആപ്ലിക്കേഷൻ അതിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് നടക്കുന്നത്. ബഡ്സ് കോടതിയിൽ ഇവരുടെ മണി ചെയിൻ ആണോ എന്ന് പരിശോധിക്കുന്ന അതേ കോടതിയിൽ വന്ന ആപ്ലിക്കേഷനാണ് 18-ാം തീയതിയുടെ നമ്മുടെ വാദം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വാദം 22-ാം തീയതി മാറ്റിവെച്ചിരിക്കുന്നത് 27-ാം തീയതിയിലേക്കായിരുന്നു. അപ്പോൾ ഈ കേസിനെ കുറിച്ച് മുന്നോട്ടുള്ള നടപടികളിലെ ഇപ്പോഴത്തെ വലിയ ലീഡറായ അഭിലാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതിന് എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു കേസ് കാണുന്നുണ്ട്, ഇത് എന്താണെന്ന് അറിയില്ല, ചിലപ്പോൾ നമ്മുടെ 29-ാം തീയതി വരാൻ പോകുന്ന വിധി ഉണ്ടല്ലോ, ആ വിധി ചിലപ്പോൾ മുന്നോട്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അവനെ വിളിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല അവൻ പറഞ്ഞത്. അപ്പോൾ ഈ കേസ് ജയിക്കുമെന്നും ഈ കേസ് ജയിച്ചിട്ടാകുമ്പോൾ നമ്മുടെ എല്ലാ കടം വീട്ടാമെന്നും പൂൾ ഇൻകം സിറുസിറ വരുമെന്നൊക്കെ വിചാരിക്കുന്നവരെയാണ് ഇവനിങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. കേസിന് പോവാതെ നിയമപരമായിട്ട് നീങ്ങാതെ ലീഡർമാരെ സംരക്ഷിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത, ഇവൻ തന്നെ പറയുന്ന കൊട്ടേഷൻ എടുത്ത ഒരുത്തനാണ് ഇവനെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് 27-ാം തീയതി അതിൽ ഗ്രൂപ്പിൽ ചോദ്യമുണ്ടായപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല, അത് അജിത് ബ്രോ അതിനെക്കുറിച്ച് വിശദീകരിക്കുമെന്നാണ് ഇപ്പം പറയുന്നത്. എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത്? നീയൊക്കെ മനുഷ്യനാണോ എന്ന് ഞാൻ എത്ര തവണ നിന്നോടൊക്കെ ചോദിക്കുന്നത്. എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ മനുഷ്യനെ പറ്റിച്ച് ജീവിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ അവനോട് നേരിട്ട് ചോദിച്ചാൽ കേട്ടോ, അവനൊക്കെ നേരിട്ട് ചോദിച്ച കാര്യങ്ങളാണ്. അവനിപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണ്, അവനിതൊന്നും സഹിക്കാൻ വയ്യാതെ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആ കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വളരെ സ്പീഡാണ് കേട്ടോ കാര്യങ്ങൾ, നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. മറ്റന്നാളാണല്ലോ നമ്മുടെ വിധി. അപ്പോൾ ഇതിനെക്കുറിച്ച് വീണ്ടും ആൾക്കാർ ചോദിച്ചപ്പോൾ ഇവൻ പറയുന്നത് നമ്മുടെ ED ഫ്രീസ് ചെയ്തത് അതിൻ്റെ അപ്പലറ്റ് അതോറിറ്റി ട്രിബ്യൂണലിൻ്റെ കേസ് 26-ാം തീയതി നമ്മുടെ ജനുവരി 14-ലേക്കാണല്ലോ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ PMLA കോടതിയിൽ അതിൻ്റെ നടപടികളൊക്കെ നടന്നു വരികയാണ്. നീ എന്തിനാടാ ബഡ്സ് കോടതിയിലെ ജാമ്യാപേക്ഷയെ കുറിച്ച് ചോദിക്കുമ്പോൾ നീ എന്തിനാടാ ഈ ട്രിബ്യൂണലിലെ കാര്യവും മറ്റ് PMLA കോടതിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നത്? നിനക്ക് ബഡ്സ് കോടതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള, നിരവധി FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യത്തിൽ കോടതിയിൽ ജാമ്യത്തിന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞൂടെ എനിക്ക്? 437 അതാണ് ആ ഒരു കേസ് ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ക്രിമിനൽ കോഡ് ഓഫ് പ്രൊസീജിയർ 437 അതാണ് ഇത്. ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്താൽ, ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് ജാമ്യത്തിനുള്ള അവകാശം തേടി കോടതിയെ സമീപിക്കുന്ന കാര്യമാണ് ഈ സാധനം. ഇനിയെങ്കിലും മനസ്സിലാവുക, ഇവനൊക്കെ നിൽക്കുന്നത് പണം പോയവരുടെ പണം തിരിച്ചു കിട്ടാനല്ല, പണം നഷ്ടപ്പെടുത്തിയ ലീഡർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ നിൽക്കുന്നത് എന്ന്.